ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഴയ ചോറും അല്ലെങ്കിൽ ചോറും ഹാർപ്പിക്കും ഉപയോഗിച്ച് നമുക്ക് എലികളുടെ വംശനാശനം എങ്ങനെ നമുക്ക് നാശം ചെയ്യാം എന്നുള്ളതാണ്. ഇതുപോലെ കുറച്ച് തേങ്ങ ബാക്കിയുള്ള ചിരട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിരട്ട എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ചോറ് തന്നെ വേണമെന്നില്ല, പഴകിയ ചോറായിരുന്നാലും കുഴപ്പമില്ല, 1-2 ദിവസം കഴിഞ്ഞ് ചോറായിരുന്നാലും കുഴപ്പമില്ല. കുറച്ച് ചോറെടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ടോയ്ലറ്റൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക് ഉണ്ടല്ലോ, തറയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഹാർപ്പിക് എടുത്തിട്ട് ആ ഹാർപ്പിക് കുറച്ച് ഈ വീഡിയോ കാണുമ്പോൾ ശകലം ഒന്ന് ഒഴിക്കുക. ഇത്ര മതി. അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ശർക്കരയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ എലികൾക്ക് നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ശർക്കര ഇടാൻ കിട്ടുകയാണെങ്കിൽ ശർക്കര തന്നെ ഇടുക. ശർക്കര അതിൻ്റെ പുറത്തൂടെ ഇട്ടിട്ട്, നമുക്കിവിടെ ഇപ്പോൾ ശർക്കര ഇല്ല, അതിന് പകരം കുറച്ച് തേനാണ് കിട്ടിയേക്കുന്നത്. ആ തേനിടുക. ഓക്കെ, ഉണ്ടല്ലോ, തേനാണ്. ഇവിടെ ഹണിയേ ഉള്ളൂ. അപ്പോൾ ഹണിയിൽ നിന്ന് കുറച്ച് ഹണി എടുത്ത് ഞാൻ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹണി കുറച്ച്, ഹണിയല്ല ഇടേണ്ടത്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശർക്കര തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ശർക്കര കുറച്ച് പൊടിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ശർക്കരയുടെ ആ സ്മെല്ലും മറ്റും കാരണം എലി ഒത്തിരി അടുത്തേക്ക് വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ എവിടെയാണോ എലിശല്യം ഉള്ളത് അവിടെ കൊണ്ടുപോയി ഒരു ഈർക്കിലെടുത്തിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി റെഡിയാക്കി വെക്കുക. നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കുക. റെഡിയാക്കി വെച്ചതിന് ശേഷം എവിടെയാണോ നമുക്ക് എലിശല്യം ഉള്ളത് അവിടേക്ക് കൊണ്ടുപോയി ഇതുകൊണ്ട് വെക്കുക. പിറ്റേന്ന് നമുക്ക് ആ എലികളുടെ ശല്യം, അത് കഴിക്കുന്നത് അവിടെ തന്നെ മരിച്ചു കിടക്കില്ല, ദൂരെ തന്നെ പോയി മരിച്ചു കിടന്നോളും. അപ്പോൾ കഴിച്ചിട്ട് അത് ജീവനും കൊണ്ട് ഓടേയുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ആ എലികളുടെ ശല്യം ആ സ്ഥലത്തേക്ക് വരത്തുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാകുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ അമർത്തി വെക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് നമുക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ഏതൊരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. കാണുന്ന